ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ UDF. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. അസമിലും പശ്ചിമബംഗാളിലും ഭരണമുറപ്പിച്ച് NDA. UAEയിൽ ഇറാൻ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ. അപലപിച്ച് ലോക നേതാക്കളും. പുലിറ്റ്സർ തിളക്കത്തിൽ ഇന്ത്യ. പുരസ്കാര നിറവിൽ ആനന്ദ് ആർക്കെയും സുപർണ ശർമ്മയും. സംസ്ഥാനത്ത് ചൂടുകൂടുന്നു. ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ ഒരുങ്ങുകയാണ് സഖ്യം. കോൺഗ്രസിന്റെയും തുടർന്ന് UDFന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾക്ക് ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കുക. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തെത്തി. ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലാണ് UDF വിജയിച്ചത്. LDF 35 സീറ്റുകളും NDA 3 സീറ്റും നേടി. കേരള കോൺഗ്രസിലെ നിയുക്ത MLAമാർ ഇന്നലെ അർദ്ധരാത്രിയോടെ ഇടുക്കി തൊടുപുഴയിലെ PJ ജോസഫിന്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയം നേടാനായ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. പാർട്ടിയുടെ മുഴുവൻ MLAമാരും യോഗത്തിൽ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഭരണകക്ഷിയായ DMK 59 സീറ്റ് നേടി. AIADMK 47 സീറ്റുകളാണ് നേടിയത്. കോൺഗ്രസ് 5ഉം CPIM 2ഉം BJP 1 സീറ്റിലും വിജയിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെയാണ് നിയമിച്ചത്. പുതുച്ചേരിയിലെ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ NDA സഖ്യം 18ഇടത്താണ് വിജയിച്ചത്. AINRC 12 സീറ്റ് നേടി. പശ്ചിമബംഗാളിൽ ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206ഇടത്ത് മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. ഒരിടത്തെ ഫലം ഇനിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അസമിൽ 126 സീറ്റുകളിൽ 101ഇടത്ത് NDA സഖ്യം വിജയിച്ചു. BJP 82ഇടത്തും സഖ്യകക്ഷികളായ AGPയും പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതവും നേടി. കോൺഗ്രസ് 19ഉം AIUDF, RJRD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുമുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഫ്ലൈ അദീൽ എയർലൈൻസിന്റെ 13 സർവീസുകളിലായി 4550 പേരാണ് ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. ടെർമിനൽ കെട്ടിടത്തിന് സമീപത്തായാണ് ഹജ്ജ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. വിശ്രമം, ഭക്ഷണം, ആരോഗ്യപരിചരണം, പ്രാർത്ഥനാ സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ എമർജൻസി മെഡിക്കൽ സേവനം, പോലീസ്, അഗ്നിരക്ഷാസേന കൗണ്ടറുകൾ, ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ലഗേജ് സ്വീകരിക്കുന്നതിനായി പ്രത്യേക സംവിധാനവും പ്രത്യേക ഇരിപ്പിട സൗകര്യങ്ങളും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള പ്രാർത്ഥനാ മുറികളും ഒരുക്കുന്നുണ്ട്. ഇന്ത്യൻ മാധ്യമപ്രവർത്തകർക്ക് പുലിറ്റ്സർ പുരസ്കാരം. ആനന്ദ് ആർക്കെ, സുപർണ ശർമ്മ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. ഇവർക്കൊപ്പം നതാലി ഒബിക്കോ പിയേഴ്സണും പുരസ്കാരം പങ്കിട്ടു. അന്വേഷണാത്മക റിപ്പോർട്ടിംഗിലൂടെ ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടിയതിനാണ് അംഗീകാരം. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ അനിരുദ്ധ ഘോഷാൽ ഉൾപ്പെട്ട അസോസിയേറ്റഡ് പ്രസ് ടീമും പുരസ്കാരം നേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. UAEയിലെ ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റ സംഭവം അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിലാണ് ഇന്ത്യക്കാർക്ക് പരിക്കേറ്റത്.
മേഖലയിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇറാൻ ആക്രമണങ്ങളെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ശക്തമാക്കുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ച് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും സംസാരിച്ചു. ജോർദാൻ, ഖത്തർ, ഈജിപ്ത് എന്നിവയുടെ വിദേശകാര്യ മന്ത്രാലയങ്ങളും സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷം 2027 വരെ നീണ്ടുനിൽക്കുകയാണെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥ കടുത്ത പ്രതിസന്ധി നേരിടുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ മുന്നറിയിപ്പ്. ഇത്തരമൊരു സാഹചര്യത്തിൽ എണ്ണവില ബാരലിന് $125 വരെ ഉയർന്നേക്കാമെന്ന് IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയവ പറഞ്ഞു. ഈ സാഹചര്യം തുടർന്നാൽ 2026 ആഗോള സാമ്പത്തിക വളർച്ച 2.5% കുറയുമെന്നും പണപ്പെരുപ്പം 5.4% ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി US-ഉം ഇറാനും തമ്മിൽ ആക്രമണം ശക്തമായതോടെ ഗൾഫ് മേഖല വീണ്ടും യുദ്ധഭീതിയിൽ. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ പുറത്തെത്തിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രോജക്ട് ഫ്രീഡം പ്രഖ്യാപിച്ചതാണ് പുതിയ പ്രകോപനത്തിന് കാരണം. US ആക്രമണത്തിൽ 5 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പകൽ 11 മുതൽ 3 മണിവരെയുള്ള സമയത്ത് തുടർച്ചയായ വെയിലേൽക്കുന്നത് ഒഴിവാക്കുക. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കുക. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മധ്യവേനൽ അവധിയോടനുബന്ധിച്ച് തമിഴ്നാടൻ ഗ്രാമമായ കമ്പത്തേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നാണ് പ്രധാനമായും സഞ്ചാരികളെത്തുന്നത്. മൂപ്പെത്തി വിളവെടുപ്പിന് പാകമായ മുന്തിരിത്തോട്ടങ്ങൾ കാണാനും രുചിയറിയാനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗമായ കമ്പം മുന്തിരി കൃഷിക്ക് ഏറെ പ്രസിദ്ധമാണ്. പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട താഴ്വരയിലാണ് കമ്പത്തെ മുന്തിരി കൃഷി. വർഷം മുഴുവൻ വിളവെടുപ്പ് നടക്കുന്നുവെന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. വർഷത്തിൽ 2 തവണ പ്രധാന വിളവെടുപ്പും 1 തവണ ഇടവിളവെടുപ്പും നടക്കുന്നു. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് നടക്കുന്നത്. കറുത്ത പനീർ മുന്തിരിയാണ് ഇവിടെ പ്രധാനമായി കൃഷി ഇറക്കിയിട്ടുള്ളത്. രുചിക്കും മണത്തിനുമൊപ്പം ഔഷധ ഗുണത്തിനും പനീർ മുന്തിരി പേരുകേട്ടതാണ്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലവും പശ്ചിമഘട്ട താഴ്വരയിലെ പ്രത്യേക കാലാവസ്ഥയുമാണ് കമ്പത്തെ മുന്തിരിയുടെ നാടാക്കി മാറ്റുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6ാം സ്ഥാനത്താണ് ചെന്നൈ, 7ാം സ്ഥാനത്താണ് ഡൽഹി. ചലച്ചിത്ര നടൻ സന്തോഷ് കെ നായർ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ അടൂർ ഏനാത്ത് MC റോഡിൽ സന്തോഷും ഭാര്യയും സഞ്ചരിച്ച കാർ നിയന്ത്രണം തെറ്റി പാഴ്സൽ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. 20ാം നൂറ്റാണ്ട്, ധ്രുവം, കാര്യസ്ഥൻ തുടങ്ങി 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടമായിരുന്നു അവസാന ചിത്രം. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായി മേയർ VV രാജേഷ്. നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലുള്ള 2 മണ്ഡലങ്ങളിലെ BJP വിജയമെന്നും മേയർ പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 566 പോയിന്റ് നഷ്ടത്തിൽ 76,703-ലും നിഫ്റ്റി 174 പോയിന്റ് നഷ്ടത്തിൽ 23,945-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിൽ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന് നേരെ ആക്രമണമുണ്ടായി. ജനൽ ചില്ലും കൊടിമരവും ഫർണിച്ചറുകളും നശിപ്പിച്ചു. അക്രമത്തിന് പിന്നിൽ CPIM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ദേശീയപാതയിൽ തകർച്ചയുണ്ടായ പാതയ്ക്ക് പകരമായി മലപ്പുറത്ത് കൂരിയാട് നിർമ്മിച്ച വയഡക്റ്റിന്റെ പ്രവൃത്തികൾ പൂർത്തിയായി. 2 ആഴ്ചയ്ക്കകം പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് KNRC അധികൃതർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ UDF. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. അസമിലും പശ്ചിമബംഗാളിലും ഭരണമുറപ്പിച്ച് NDA. UAE-യിൽ ഇറാൻ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ. അപലപിച്ച് ലോക നേതാക്കൾ. പുലിറ്റ്സർ തിളക്കത്തിൽ ഇന്ത്യ. പുരസ്കാര നിറവിൽ ആനന്ദ് ആർക്കെയും സുപർണ ശർമ്മയും. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു, ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.